ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കടപ്പാക്കടയിലുള്ള ഒയാസിസ് ബ്രൈഡ്സ് ആൻഡ് ബ്യൂട്ടി പാർലറിലാണ്. നമുക്ക് ഇന്നത്തെ കണ്ടൻറ്റ് ഒരു ബ്യൂട്ടി അഡ്വൈസിങ് വീഡിയോ ആയാലോ? ഹായ് ചേച്ചി, ഇതാണ് ഒയാസിസ് ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ. അങ്ങനെ വലിയ ഇതൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഫ്രണ്ടിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ സ്റ്റാഫുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി. അതാണ്, അത് കറക്റ്റാണ്. അത് ഓണർ സ്റ്റാഫ് എന്നുള്ള ഒരു വ്യത്യാസം ഇവിടെ ഇല്ല. അത് ഇവിടുത്തെ സ്റ്റാഫോട് ചോദിച്ചാൽ അറിയാം. ഓക്കെ, ഇനി നമുക്ക് ഷോപ്പിനകം ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയാലോ? കണ്ടോ, ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റും ഹൈഡല്ല. എല്ലാ പ്രോഡക്റ്റും നമുക്ക് കാണത്തക്ക രീതിയിൽ വെച്ചിട്ട് തന്നെയാണ് അവിടെ എല്ലാം യൂസ് ചെയ്യുന്നത്. എക്സ്പയർ ഡേറ്റ് നമുക്ക് നോക്കാൻ പറ്റും, പിന്നെ ക്വാളിറ്റി ഉള്ളതാണോ ഹെർബലാണോ എല്ലാം നമുക്ക് കണ്ണുകൊണ്ട് കണ്ടു നോക്കി നമുക്ക് അത് പരിചയപ്പെടുത്താൻ പറ്റും. കണ്ടോ, ഓഹോ, ഇതാണ്ട് ഇവിടെ ഒരു ഹെയർ വാഷിങ് നടക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ബാക്കിയുള്ള പ്രോഡക്റ്റൊക്കെ ഒന്ന് പരിചയം. വീണ്ടും എനിക്ക് കണ്ണാടിയില്ല. ഹായ്, ഈ ഇരിക്കുന്ന മിഷൻ ഏതാണെന്ന് അറിയാമോ? ആ മിഷനാണ് അൾട്രാ ഫേഷ്യൽ മിഷൻ. ഞാനത് ഒന്നും കൂടി നല്ലോണം കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, അത് അൾട്രാ ഫേഷ്യൽ മിഷൻ. അപ്പോൾ എന്നെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത് പറ. ഞാനിപ്പം നമ്മുടെ സജീനയ്ക്ക് ചെയ്യാൻ പോകുന്നത്, സജീന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മകളെ പോലെയാണ് കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയത്തിയെ പോലെ തന്നെയാണ്. കാരണം ഞങ്ങൾ വർഷങ്ങളോട്ട് പരിചയമുള്ളതാണ്. പക്ഷേ ഇവളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഭയങ്കര ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവളുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കാണണം. അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം. ഒരു പാവം കുട്ടിയാണ് കേട്ടോ. ജീവിക്കാൻ വേണ്ടി ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി അവൾ നന്നായിട്ട് അവളുടെ ആ ഒരു കഴിവ് ഇതിനകത്ത് അവൾ കാണിക്കുന്നുണ്ട്. നല്ല കമൻസുകളാണ് വരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഞങ്ങളെല്ലാവരും ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് സജീന ഇവിടെ വന്നിരിക്കുന്നത് ഫേസ് ബോട്ടോക്സ്, അതായത് ഇപ്പം നമ്മുടെ ഈ ബ്യൂട്ടി പാർലറിനിടയ്ക്ക് കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫേസ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. സാധാരണ ഫേസ് ബോട്ടോക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒന്നല്ലേ ഫേസ് ബോട്ടോക്സ്. സത്യം തന്നെയാണ്. ഇഞ്ചെക്ഷൻ ചെയ്ത് ആ ഒരു രീതിയിലൂടെ നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസ്, ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറയ്ക്കുന്നതിനും അൺഈവൻ സ്കിന്നിനെ, പ്രോബ്ലമുള്ള സ്കിന്നിനെ ക്ലിയർ ആക്കി എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ഈ ഫേസ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോണത് ഫേസ് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനിലൂടെയോ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലൂടെയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ മെഷീനിലും ഡോക്ടർ പിന്നെയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസിനെ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഒരു 80% 90% മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾക്കിവിടെ സജീനയ്ക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ സജീനയ്ക്ക് റിങ്കിൾസ് ഒന്നും അധികം ഇല്ല എങ്കിലും അവളുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വരുത്തുന്നത് എങ്ങനെയാണ്, അവളുടെ ഫേസിൽ ചെറിയ രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് നന്നായിട്ട് അതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് ഞാൻ സജീനയ്ക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം. ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബിഫോർ ഫോട്ടോ സജീന എടുത്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഫോട്ടോയും നിങ്ങൾക്ക് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, എന്നെ കൊല്ലാൻ പോണേ. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു പാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഫേസ് ഹീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആവി പിടിക്കത്തില്ലേ, ആ ആവി പിടിക്കുന്ന മെഷീനാണത്. നല്ല ചൂടുണ്ട് കേട്ടോ.
മിഷനാണ്, നല്ല തണുപ്പ്, ഐസ് കട്ട പോലത്തെ തണുപ്പാണ് ഇതിനകത്ത്. ഹായ് കണ്ടോ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ, സൂപ്പർ, നല്ല ഗ്ലോ ആയിട്ടുണ്ടല്ലോ അല്ലേ, വ്യത്യാസമില്ലേ? ഞാൻ വന്നപ്പോഴും ഈ ചെയ്തതിന് ശേഷമായിട്ട് നല്ല നല്ല ഡിഫറെൻ്റ് ഉണ്ട്, അടിപൊളി, നല്ല ഗ്ലോ ആയിട്ടുണ്ട് എൻ്റെ ഫേസ്, സൂപ്പർ ആയിട്ടുണ്ട് ഫേസ്. ഞാൻ വന്നാൽ കണ്ടിട്ടിരിക്കുന്ന. അപ്പോൾ ഈ ചെയ്ത് എന്താണെന്ന് ചേച്ചി തന്നെ പറയാം, അത് കേട്ടു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അല്ല കാണാമല്ലോ, ബിഫോർ ഫോട്ടോ നിങ്ങൾ കണ്ടതാണ്. സജീനയെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഇപ്പോൾ സജീനയുടെ ഫേസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തത് ഫേസ് ഫോട്ടോക്സ് ആണ്, അല്ലെങ്കിൽ ഗ്ലോ തെറാപ്പി എന്ന് പറയും. ഇതിന് ചെറിയ റിങ്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഈ കണ്ണിന്റെ സൈഡിൽ, അപ്പൊ അതെല്ലാം പോയിട്ടുണ്ട്. ഒറ്റ സിറ്റിംഗിൽ തന്നെ നല്ല, എന്താ പറയണ്ടേ, ആ ഫേസ് നിങ്ങൾ നോക്കി. ഗ്ലോ തെറാപ്പി എന്ന് പറയുന്നത് ഗ്ലോ തന്നെയാണ് കേട്ടോ. ഇഷ്ടംപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അധികം അറിയാലോ ഫേഷ്യൽ അങ്ങനെ ചെയ്യുന്നതല്ല. ഇവിടെ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്നാണ് ഒരു ഫേഷ്യൽ എന്ന രീതിയിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അന്നേരം നല്ലെണ്ണം ചെയ്ത് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഗ്ലോ തെറാപ്പി തന്നെ ആക്കി ചെയ്ത് കൊടുക്കും. അതായത് ഫേസ് ബോട്ടോക്സ് ആയിട്ട് നമുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റിങ്കിൾസിനെ കുറയ്ക്കാം, ഈ ലൈൻസ് ഒക്കെ ഇല്ലേ ആ ലൈൻസിനെല്ലാം കുറയ്ക്കാം, ഈ ലാഫിംഗ് ലൈനെ കുറയ്ക്കാൻ പറ്റും, പിന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ്, റിങ്കിൾസ്, ഇതിനെല്ലാം, പിന്നെ ചെറിയ ചെറിയ കാക്കപ്പുള്ളികളുണ്ടല്ലോ, ഫ്രിക്കേഴ്സ് എന്ന് പറയും, അതൊക്കെ ഒറ്റ സിറ്റിംഗിൽ കൂടെ ഇതിന് രാവിലെ ആകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് എല്ലാം കംപ്ലീറ്റ് പോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് ഞാൻ നീഡിൽ യൂസ് ചെയ്തത് കഴിപ്പിച്ചില്ല. നീഡിലല്ല, മനസ്സിലായി. വേദനയൊന്നും ഇല്ല കേട്ടോ, നീഡിലാണ് നമ്മളങ്ങനെ സൂചിയാണ്, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് ഇപ്പോൾ എന്താ പറയുന്നത്, മൊത്തത്തിൽ പറഞ്ഞത് അടിപൊളി കിടിലം റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ പ്രോഡക്റ്റ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്, ഹെർബൽ പ്രോഡക്റ്റ് എല്ലാ പ്രോഡക്റ്റും നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല. അത് പണ്ട് തൊട്ട് അങ്ങനെ തന്നെ നമ്മൾ ഹെയറിലായാലും വേറെ എന്ത് നമ്മൾ ചെയ്യാൻ വന്നാലും അതെല്ലാം നമ്മൾ മുന്നിൽ കാണിച്ചു വെച്ചിട്ടാണ് ചെയ്താൽ നമുക്ക് കണ്ണു അടച്ച് വിശ്വസിച്ച് വരാം. എന്തായാലും വന്നൊന്ന് അല്ലെങ്കിൽ കാണുന്ന എല്ലാവരും വന്ന് ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്തിട്ടേക്കാം. ഫേസ് ഫോട്ടോക്സിന് നമ്മൾ ഇനിയും ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു 25,000-30,000 രൂപ മുടക്കിയൊന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഏറ്റവും മിനിമം ചാർജിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട്, അതായത് പാവപ്പെട്ടവർക്കും പണക്കാർക്കും കാശുള്ളവർക്കും ഇല്ലാത്തവർ എങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അഫോർഡബിൾ പ്രൈസാണ് ഞാൻ ഈ ഒരു ഫോട്ടോക്സിന് ഇട്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക, അതിനോടൊപ്പം എന്നെയും പ്രോത്സാഹിപ്പിക്കുക. കാരണം നമുക്ക് വർക്ക് കിട്ടണം, വലിയ ഹ്യൂജ് എമൗണ്ട് ഒന്നും ഞാൻ ആരോടും മേടിക്കാറില്ല. നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു കാര്യം മോൾക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫേസിൽ എന്തെങ്കിലും ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇത് നമ്മുടെ പരസ്യത്തിന് വേണ്ടി അല്ല പറയുന്നത്, എൻ്റെ എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വരണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബൈ.